കുട്ടികളെ ഉണ്ടാക്കുന്നതാണ് കല്യാണശേഷം സ്ത്രീകൾ ചെയ്യുന്ന ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞു. എന്തോ മോശമായിട്ടുള്ള ഒരു കാര്യം പോലെ. പുരുഷന്മാർക്ക് അത് ചെയ്യാൻ പറ്റില്ലല്ലോ, കുട്ടികളെ ഉണ്ടാക്കാൻ പുരുഷന്മാർക്ക് പറ്റില്ലല്ലോ. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഒരു കുട്ടിയെ പ്രസവിക്കാൻ സ്ത്രീക്ക് സാധിക്കുള്ളൂ. വളരെ ശരിയായിട്ടാ പറഞ്ഞത്. സത്യമായിട്ടും ഞാൻ യോജിക്കുന്നില്ല. അതുകൊണ്ട് പുരുഷന്മാർക്ക് കുട്ടികളെ ഉണ്ടാക്കാൻ കഴിയില്ല. ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചൊരു പുരുഷൻ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോ അറിയാലോ, കല്യാണത്തിന്റെ തലേ ദിവസം ചെക്കന്റെ വീട്ടിൽ നിന്ന് പെണ്ണിന്റെ വീട്ടിലേക്ക് ഡ്രസ്സൊക്കെ കൊണ്ടുകൊടുക്കുന്ന ഒരു പരിപാടിയില്ലേ? അങ്ങനെ കൊണ്ടു കൊടുക്കുമ്പോ പെണ്ണിന്റെ വീട്ടുകാര് ചെക്കന്റെ വീട്ടുകാർക്ക് കൊടുക്കുന്ന സംഗതിയാണ് ചെറിയ കുഞ്ഞിനെ, അല്ലാതെ പുരുഷന്മാരുണ്ടാക്കുന്നതല്ല. വല്ലാതെ യാതില്ലേ. എന്റെ പൊന്നു സഹോദരി, ഒരു കാര്യം മനസ്സിലാക്കണം. ദാമ്പത്യ ജീവിതത്തില് പുരുഷന് ചെയ്യാൻ പറ്റുന്ന, പുരുഷന് മാത്രം ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ പുരുഷൻ ചെയ്താലേ അത് ഏറ്റവും പെർഫെക്റ്റ് ആവുള്ളൂ, ഏറ്റവും ഭംഗിയാവുള്ളൂ, അങ്ങനെയുള്ള കുറെ കടമകളും ഉത്തരവാദിത്തങ്ങളും പുരുഷന്മാർക്കുണ്ട്. അത് പുരുഷൻ ചെയ്താലേ ഏറ്റവും പെർഫെക്റ്റ് ആവുള്ളൂ. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് സ്ത്രീ ചെയ്താലേ ഏറ്റവും ഭംഗിയാവുള്ളൂ, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതിൽ പെട്ട ഒന്നാണ് ഈ കുട്ടികൾ ഉണ്ടാക്കുന്നതും പ്രസവിക്കുന്നതും ഒക്കെ. ദാമ്പത്യ ജീവിതത്തിൽ ഓരോരുത്തരും ചെയ്യേണ്ട കടമകൾ അവര് ഭംഗിയായിട്ട് ചെയ്യുമ്പോഴേ ആ ദാമ്പത്യ ജീവിതത്തിന് ഒരു വെളിച്ചം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എന്നും ഇരുട്ട് നിറഞ്ഞു തന്നെയായിരിക്കും. പിന്നെ സ്ത്രീയാണോ പുരുഷനാണോ മേലെ താഴെ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള മത്സരത്തില് ആരും ജയിക്കൂല, ആരും തോൽക്കൂല. അതാണ് സത്യം. അഡ്ജസ്റ്റ്മെന്റും വിട്ടുവീഴ്ചയും ഒക്കെ തന്നെയാണ് ഓരോ ബന്ധത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവിടെ അധികാരവും അവകാശവും ഒക്കെ പറഞ്ഞ് സമരം ചെയ്യാൻ തുടങ്ങിയാൽ ഒരു ബന്ധവും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. വല്ലാത്ത ജാതിയില്ലേ.